2020 ലോകകപ്പ് ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാനെതിരെ ICC നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ നാളെയോ തിങ്കളാഴ്ചയോ പാകിസ്ഥാൻ തീരുമാനമെടുക്കാനിരിക്കെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നീക്കം. ലോകകപ്പിന് ദിവസങ്ങളെണ്ണി ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ കളിക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നത്. ടൂർണമെന്റിലേക്ക് ടീമിനെ പ്രഖ്യാപിച്ചെങ്കിലും പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി നാളെയോ തിങ്കളാഴ്ചയോ തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മുഹ്സിൻ നഖ്വി രാജ്യ താൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ലെന്നും അറിയിച്ചിരുന്നു. അതേസമയം ടൂർണമെന്റിൽ പങ്കെടുത്താൽ തന്നെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ കളിക്കില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കൊളംബോയിൽ ഫെബ്രുവരി 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ നിന്ന് ബംഗ്ലാദേശിനെ ഒഴിവാക്കി സ്കോട്ട്ലാൻഡിനെ ഉൾപ്പെടുത്തിയതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. ടൂർണമെന്റിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാൽ ICC നിയമ നടപടിയിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകകപ്പ് സംരക്ഷണം ചെയ്യുന്നവർക്കുണ്ടാകുന്ന നഷ്ടം പരിഗണിച്ചാണ് ICCയുടെ നീക്കം. ഏകദേശം 320 കോടി രൂപയാണ് PCBക്ക് പിഴയായി നൽകേണ്ടി വരിക. കൂടാതെ ICCയിൽ നിന്ന് പാകിസ്ഥാനിന് ലഭിക്കേണ്ട വാർഷിക വരുമാന വിഹിതവും തടഞ്ഞുവെക്കും. ഒപ്പം ICCയുമായി ബന്ധമുള്ള അംഗരാജ്യങ്ങളുമായി പരമ്പര വിലക്കാനും ഏഷ്യ കപ്പ് അടക്കമുള്ള ടൂർണമെന്റുകളിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. കൂടാതെ PSLൽ കളിക്കുന്ന വിദേശ താരങ്ങൾക്ക് NOC നൽകരുതെന്നും അംഗരാജ്യങ്ങളോട് ICC ആവശ്യപ്പെട്ടേക്കും. അതേസമയം പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്ന് പിന്മാറരുതെന്ന നിലപാടിലാണ് മുൻ ടെസ്റ്റ് നായകൻ മുഹമ്മദ് ഹഫീസും മുൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഖാലിദ് മഹ്മൂദും സെക്രട്ടറിയായിരുന്ന ആരിഫ് അലി അബ്ബാസിയും. ടീം പിന്മാറിയാൽ പാക് ക്രിക്കറ്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഇവർ ബോർഡിനും സർക്കാരിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.